കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് കാലെടുത്ത് വെക്കേണ്ട ദൂരം മാത്രം. അതെ, നമ്മൾ കേരള കർണാടക അതിർത്തിയിലുള്ള ബാവേലി എന്ന ഗ്രാമത്തിലെ സംഭവങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ കാട്ടിക്കുളത്തു നിന്നും യാത്ര തിരിച്ചിരിക്കുകയാണ്. കാട്ടിക്കുളം വരെയുള്ള ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കാര്യം കണ്ടോളൂ. നമ്മളപ്പം ഇപ്പം കർണാടക കേരള അതിർത്തി ഗ്രാമമായ ബാവേലിയിലേക്കാണ് പോകുന്ന വഴിക്ക് കണിക്കൊന്നയൊക്കെ പൂത്തു നിൽക്കുന്നത് കാണാം. ഫോറസ്റ്റിനുള്ളിലാണ്. ഇതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഫോറസ്റ്റാണ്. നടുക്കൂടെയുള്ള കാട്ടിലൂടെയുള്ളൊരു യാത്ര. അപ്പം ആരും അധികം കാണാത്ത ഒരു അടിപൊളി വീഡിയോ ആണ്. വെൽക്കം ബാക്ക് റോയി 3R വീഡിയോസ്. വയനാട്ടിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുന്നു. നല്ല രസമുണ്ട് ഈ കാടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകാൻ. ചിലപ്പോൾ നമ്മൾക്ക് മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും. ആനയൊക്കെ വരുന്ന ആനയും കാട്ടിയും മാനൊക്കെയുള്ളൊരു കാടാണ്. ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും, ചിലപ്പോൾ കാണാൻ പറ്റില്ല. കാരണം സമയം നമ്മൾ പോകുന്നത് ഉച്ച നേരത്താണ്. വൈകുന്നേരങ്ങളിലും രാവിലെയുമാണ് അധികവും മൃഗങ്ങളുണ്ടാവുക. പോകുന്ന വഴി നിറയെ കണിക്കൊന്ന പൂത്തു നിൽക്കുന്നത് കാണാം. അത് ഒരു മനോഹരമായ കാഴ്ചയാണ്. വിഷു ആണല്ലോ വരാൻ പോകുന്നത്. അപ്പോൾ കണിക്കൊന്ന ഒരു പ്രധാനമുള്ള സംഭവം തന്നെയാണ്. എനിക്ക് ചെറിയൊരു ജലദോഷമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശബ്ദത്തിന് ചെറിയ മാറ്റമുണ്ട്. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. വയനാട്ടിൽ ഇതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അധികമാരും അറിയപ്പെടാതെ വളരെ മനോഹരമായ സ്ഥലങ്ങൾ. നമ്മൾ പയ്യെ അതിലൂടെയൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസും നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. പറഞ്ഞ് തീർന്നുമ്പോഴേക്കും നമ്മളിതാ ബാവേലിയിലോട്ട് എത്തിയിരിക്കുകയാണ്. വയനാടിൻ്റെ ചെക്ക് പോസ്റ്റും ഉണ്ട്, അതുപോലെ കർണാടകയുടെ ചെക്ക് പോസ്റ്റും ഇവിടെയുണ്ട്. ഒരു ചെറിയ ഗ്രാമമാണ് ബാവേലി. മാനന്തവാടിയിൽ നിന്ന് എപ്പോഴും ഇവിടേക്ക് ബസ്സുകളുണ്ട്. നമ്മളിപ്പോൾ ബാവേലിയാണ് ഉള്ളത്. ഈ ബാവേലി എന്ന് പറഞ്ഞ സ്ഥലം കേരളത്തിൻ്റെ വയനാടിൻ്റെയൊക്കെ അതിർത്തിയാണ്. ഇനി നമ്മുടെ മുന്നിലൊരു പാലമുണ്ട്. ആ പാലം കടന്നാൽ കർണാടകയായി. ബാവേലിപ്പുഴയാണ്. ആ പുഴയുടെ അക്കരെ കടന്നാൽ കർണാടകയായി. ഇതാണ് ആ പാലം. നമുക്ക് കർണാടക വരെ പോയിട്ട് വരാം. ഇതാണ് ബാവേലിപ്പുഴ. ഈ പുഴയുടെ സൈഡിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല, കാരണം വീതി കുറവാണ് റോഡിന്. ണ്ടോ ബാവേലിപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലം, അത് കർണാടക. പൈസ ഒന്നും കൊടുക്കാതെ നമ്മൾ കർണാടകത്തിലോട്ട് കിടക്കാൻ പോവാണേ. ബാവേലി ചെക്ക് പോസ്റ്റാണ്. ഇതാണ് ബാവേലി. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കർണാടക സ്റ്റേറ്റിലാണ്, ബാവേലി. തൊട്ട് മുന്നേ നമ്മൾ വയനാട്ടിലായിരുന്നു. നമ്മുടെ ഈ മുന്നിൽ കാണുന്ന റോഡിന് പോയാലേ നമ്മൾ നാഗർകോള ദേശീയോദ്യാനത്തിലെത്തും. അതിലൂടെ തന്നെ നമുക്ക് മൈസൂർക്ക് പോകാനും പറ്റും. ആ ഒരു റോഡാണ് നമ്മുടെ ഈ മുന്നിൽ കാണുന്നത്.
വയനാട് ജില്ല 2 സംസ്ഥാനങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്, കർണാടകയും തമിഴ്നാടും. പക്ഷേ കർണാടകയുടെ അതിർത്തി ബത്തേരി ഗുണ്ടൽപേട്ട വഴി പോയി കഴിഞ്ഞാൽ അതും കർണാടക അതിർത്തിയാണ്. അതുപോലെ തന്നെ മാനന്തവാടി ബാവേലി കഴിഞ്ഞാലും കർണാടക അതിർത്തിയാണ്. അപ്പോൾ ഒരു മൈസൂർ KSRTC ഇതാ പോകുന്നു. ബാവേലിപ്പുഴയിലെ ഇപ്പം വേനൽക്കാലമായതുകൊണ്ട് തന്നെ വെള്ളം കുറവാണ്. നമ്മുടെ മുന്നിൽ കൂടെ കുറേ പശുക്കളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇതിവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് കാലെടുത്ത് വെക്കേണ്ട ദൂരം മാത്രം. അതെ, നമ്മൾ കേരള കർണാടക അതിർത്തിയിലുള്ള ബാവേലി എന്ന ഗ്രാമത്തിലാണ്. ചെക്ക് പോസ്റ്റ്. ഇവിടെ അധികം കടകളൊന്നുമില്ല. ചെറിയ 1-2 ചായക്കടകളും അതേപോലെ സ്റ്റേഷനറി കടകളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ നമുക്ക് കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ് ബാവേലിയിൽ ബസ് ഇറങ്ങുമ്പോൾ കാണുന്ന ഈ ആൽമരം. അതൊരു മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. നിങ്ങൾ ഈ മരത്തിലേക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഇത് കണ്ടോ, കളർ അടിച്ചിരിക്കുന്ന എന്തൊക്കെയോ കാപ്പിയുടെ ആ ചെടി കൊണ്ടുണ്ടാക്കിയെന്ന് തോന്നും. എന്തൊക്കെയോ സംഭവങ്ങൾ ഈ മരത്തിൽ തൂക്കിയിട്ടിരിക്കുന്നത് നല്ല മനോഹരമായ ഒരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നിട്ടോ. ഇവിടെ കുറച്ച് മരങ്ങളും ഇങ്ങനത്തെ കുറച്ച് കടകളുമാണ് ഈ ഗ്രാമത്തിൻ്റെ ഭംഗി കൂട്ടുന്നത്. മാനന്തവാടിയിൽ നിന്നും ബാവേലിക്ക് ഒരുപാട് പ്രൈവറ്റ് ബസ്സുകളുണ്ട്. അതുപോലെ തന്നെ മൈസൂർക്ക് പോണ കർണാടക സ്റ്റേറ്റിൻ്റെ ബസ്സുകളും നമ്മുടെ ബസ്സുകളും നമുക്ക് കിട്ടും. ഉള്ള ബസ്സുകൾ ബാവേലിയിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇതുവരെ കണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട. മറ്റൊരു കാഴ്ചയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.